Welcome to Educate. Today's question is convert 48 decimal to binary. Option A 101110. Option B 110000. Option C 101000 and option D 101100. The correct answer is option B 110000. That means 4 zeros. ഇനി എങ്ങനെയാണിത് കിട്ടുന്നത്? ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പർ ആക്കണമെങ്കിൽ നമ്മൾ ഡെസിമൽ നമ്പറിനെ ഡിവൈഡ് ബൈ 2 ചെയ്യുക. സക്സസീവായിട്ട് കിട്ടുന്ന ഓരോ ആൻസറിനെയും വീണ്ടും വീണ്ടും ഡിവൈഡ് ബൈ 2 ചെയ്യുക. ഓരോ തവണ കിട്ടുന്ന റിമൈൻഡേഴ്സും മാർക്ക് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ബോട്ടംന്ന് ടോപ്പിലേക്ക് റിമൈൻഡേഴ്സ് എഴുതുക. അങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക. എക്സാമ്പിൾ നോക്കൂ. നമ്മൾ 48നെ ഫസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 24 കിട്ടി. അപ്പോൾ റിമൈൻഡർ മാർക്ക് ചെയ്തു 0. Again 24നെ ഡിവൈഡ് ബൈ 2 12 കിട്ടി, റിമൈൻഡർ 0. 12 ബൈ 2 6 കിട്ടി, റിമൈൻഡർ 0. 6 ബൈ 2 3, റിമൈൻഡർ 0. 3 ബൈ 2 1, റിമൈൻഡർ ഇസ് ആൾസോ 1. 1 ബൈ 2 0 ആൻഡ് റിമൈൻഡർ ഇസ് ആൾസോ 1. സോ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് എഴുതുമ്പോൾ 1 1 then again 4 zeros. This is the binary equivalent of 48. ഇനി എന്താ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ it is a way to represent numbers in the computer architecture. 4 types ഉള്ളത് binary number system with base 2, octal number system with base 8, decimal number system with base 10 and hexadecimal number system with base 16. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സീറോസ് ആൻഡ് വൺസ് മാത്രം യൂസ് ചെയ്യുന്ന ബേസ് 2 ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇതാണ് നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ മെഷീൻ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം. ഇനി ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസ് 10 ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന. 0 to 9 വരെ വരുന്ന ഡിജിറ്റുകൾ ഉൾപ്പെടുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. താങ്ക്